ഹലോ, നമുക്കിന്ന് കപ്പ സ്റ്റൂ അല്ലെങ്കിൽ കൊള്ളി സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് കപ്പ സ്റ്റൂ ഉണ്ടാക്കിയത്. ഇത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി നുറുക്കി നന്നായി കഴുകിയെടുക്കണം. ഈ സമയം കൊണ്ട് അടുപ്പത്ത് നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ച കപ്പ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കാം. അതിനുശേഷം ആ വെള്ളം ഊറ്റിക്കളയാം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊള്ളിയിൽ ചില വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് അത് ലയിക്കും. അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കപ്പ തുറന്ന് നോക്കി നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർക്കാം. അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു സവാള, ഞാൻ ഇവിടെ മീഡിയം സൈസ് സവാള എടുത്തിരിക്കണം, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം ഒന്നും വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി സവാള. സവാള വഴറ്റിയിലേക്ക് നമുക്ക് ഇത്തിരി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ കപ്പ, അത് ഇതിലേക്ക് ചേർത്ത്, ചില കപ്പ നമുക്കൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ഒന്ന് കുറച്ച് തിക്കായിട്ട് കിട്ടും. നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. കുറച്ച് ലൂസായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കത് വാങ്ങി വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കപ്പ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്